Hi my dear students, once again welcome back to Definite Integrals. Today we are going to discuss more problems on properties of definite integrals. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്ന പ്രോപ്പർട്ടിയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 165 questions ആണ് ചെയ്തിരുന്നത്. So today we are going to discuss the 166th question. Question number 166. ഇതാണ് നമ്മുടെ 166ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ -1 to +5 sin raised to 5x into cos raised to 4x dx. Again this is of the form -a to +a because it is -1 to +1. So that's why we can consider that property -a to +a fx dx. We know that property is -a to +a fx dx is equal to 0 if fx is odd and is equal to 2 times 0 to a fx dx if fx is even. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ fxന്റെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്നത് sin raised to 5x into cos raised to 4x ആണ്. സോ നമ്മൾ അതൊന്നും എടുത്ത് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് f of -x നോക്കാം. f of -x എന്ന് പറഞ്ഞാൽ സൈൻ കൊടുക്കണം. അപ്പോൾ sin raised to sin -x all raised to 5 എന്ന് വിളിക്കാമല്ലോ into cos -x all raised to 4 ആണ്. Right? Yes. So sin -x is നമുക്കറിയാം minus sin x ആണ്. So it is minus sin x all raised to 5 into cos -x നമുക്കറിയാം cos x തന്നെയാണ്. So it is cos raised to 4x എന്ന് എഴുതാം. ഇത് മൈനസിനെ 5 ടൈംസ് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവും. സോ ഇറ്റ് ഈസ് മൈനസ് സൈൻ റേസ് ടു 5x ഇൻറ്റു കോസ് റേസ് ടു 4x എന്ന് എഴുതാം. സൈൻ റേസ് ടു 5x ഇൻറ്റു കോസ് റേസ് ടു 4x ഈസ് നത്തിങ് ബട്ട് fx. സോ ഇറ്റ് ഈസ് മൈനസ് ഓഫ് f of x. സോ f of -x ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് fx. If so, what is -a to +a? That what is the property? Property is -a to +a fx dx is equal to 0 if f of -x is equal to minus of fx. So we can apply that property. Therefore here fx is equal to ഇത് നമ്മൾ അങ്ങ് എഴുതിയതിനു ശേഷം നമുക്ക് പ്രോപ്പർട്ടി എഴുതാം. Therefore -a to +a or -1 to +1 f of x dx is equal to 0 as ഈ പ്രോപ്പർട്ടി f of -x is equal to minus of fx. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് ഇതിന്റെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നോ നീഡ് ടു ഇന്റഗ്രേറ്റ് ദാറ്റ് ഇഫ് യു അപ്ലൈ ദിസ് പ്രോപ്പർട്ടി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ആ ഫംഗ്ഷന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇന്റഗ്രലിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് സൈൻ എക്സ് സൈൻ റേസ്റ്റ് 5x കോസ് റേസ്റ്റ് 4x അതിൽ ഒരെണ്ണം ഒരു ഓഡ് ഫംഗ്ഷനും ഒരെണ്ണം ഒരു ഈവൺ ഫംഗ്ഷനും. എപ്പോഴും ഒരു ഓഡ് ഇൻറ്റു ഈവൺ എന്ന് പറഞ്ഞാൽ ഓഡ് ഇൻറ്റു ഈവൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ ഒരു അത് ഈവൺ ഇൻറ്റു ഓഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓഡ് തന്നെയാണല്ലോ. രണ്ട് ഓഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു ഈവൺ ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ രണ്ട് ഈവൺ ഫംഗ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു ഈവൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ഓഡ് ഇൻറ്റു ഈവൺ ഈസ് ഓഡ് ഓർ രണ്ട് സെയിം ആണെങ്കിൽ എപ്പോഴും ഈവൺ ആയിരിക്കും. ഓഡ് ഇൻറ്റു ഓഡ് ഈവൺ ഇൻറ്റു ഈവൺ എപ്പോഴും ഈവൺ ആയിരിക്കും. രണ്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന എപ്പോഴും ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതായത് ഓഡ് ഈവണും ഈവണും ഓടും കൂടെ മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്ന എപ്പോഴും ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഓടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് എപ്പോഴും ഓഡ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. രണ്ട് ഈവൺ നമ്മൾ കൂട്ടിയാൽ കിട്ടുന്നത് നമുക്ക് ഈവൺ ഫംഗ്ഷൻ ആയിരിക്കും. മൾട്ടിപ്ലൈ നമുക്ക് ഓരോ ഓടും ഒരു ഈവണും കൂടെ കൂട്ടിയാൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് പറയാം. ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. And here is the question number 167.
minus pi by 2 to plus pi by 2 x cube plus x cos x plus tan raised to 5x plus 1 dx. നമ്മൾ ഓരോ ഫംഗ്ഷൻ എന്ന് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഒത്തിരി ഫംഗ്ഷൻസ് ഉണ്ട്. എക്സ് ക്യൂബ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എക്സ് കോസ് എക്സ് ആണ് അടുത്ത ഫംഗ്ഷൻ, ടാൻ റേസ്റ്റ് 5x പ്ലസ് 1. നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എക്സ് ക്യൂബ് ഡി എക്സ്, ഓക്കെ, പ്ലസ് minus pi by 2 to plus pi by 2 x cos x dx plus minus pi by 2 to plus pi by 2 tan raised to 5x dx plus minus pi by 2 to plus pi by 2 1 dx. Okay, നമുക്ക് വേണമെങ്കിൽ i1 പ്ലസ് i2 പ്ലസ് i3 പ്ലസ് i4 എന്ന് വിളിക്കാം. ദിസ് ഈസ് i. ഓക്കെ മക്കളെ, ഇത് നമുക്ക് ഓരോന്നും എടുത്തൊന്ന് ഡീൽ ചെയ്യാം. വാട്ട് ഈസ് i1? i1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്. മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എക്സ് ക്യൂബ് ഡി എക്സ്. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓഡ് പവർ ഉള്ള ഫംഗ്ഷൻ ആണ്. അത് ഓട്ടോമാറ്റിക്കലി ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം എക്സ് ഉള്ളിടത്ത് മൈനസ് എക്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? മൈനസ് എക്സിന്റെ ക്യൂബ് എന്ന് വരും. അപ്പം മൈനസ് എക്സ് ക്യൂബ് എന്ന് വരും, മൈനസ് എഫ് എക്സ് എന്ന് വരും. അപ്പൊ ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ആദ്യത്തേത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് എ ടു പ്ലസ് എ എഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? യെസ്, ഇറ്റ് ഈസ് 0 വരും. അപ്പൊ ഇത് 0 ആയി. സോ i1 is equal to 0. കാരണം വേണം നിങ്ങൾക്ക് അതിന്റെ റീസൺ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. വേണമെങ്കിൽ i1 എന്ന് പറഞ്ഞാൽ i1 is equal to മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എക്സ് ക്യൂബ് ഡി എക്സ് is equal to 0 as f of x is equal to x cube and f of minus x is equal to minus x cube, it's equal to minus of fx. Therefore value is equal to f of x is equal to minus of fx, that is complete here, that is f of minus x is equal to minus of f of x. That is the reason. അത് നമുക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയാവും. It's an odd function. Therefore value is equal to 0. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എടുത്തേ i2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 ആണ് നമ്മുടെ ലിമിറ്റ്. ദെൻ ഫംഗ്ഷൻ ഈസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. എക്സിന്റെ നമുക്ക് എഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സിന് പകരം നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുവാണെങ്കിൽ മൈനസ് ഓഫ് എക്സ് വരും. സോ മൈനസ് എഫ് എക്സ് എന്ന് വരും അല്ലെ. അല്ലെങ്കിൽ തന്നെ എക്സിന്റെ പവർ 1 ആണ്. അതുകൊണ്ട് 1, 3, 5 അങ്ങനെ പോകുന്ന ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ, ഓഡ് പവേഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. So x is an odd function. Then what about cos x? That's similar to us because cos minus x is cos x. So it is an even function. So odd into even. What is odd into even? If the random different ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? odd function ആയിരിക്കും. അപ്പോൾ x cos x is also an odd function. Therefore the value is also equal to, again the value is equal to 0. Okay. So as x is odd, cos x is even. Odd into even is odd, so that's why i2 is also equal to, by using that property, minus a2 plus a fx dx is equal to 0. Okay, appo i1 0 ആയി, i2 is also equal to 0. Now we are going to discuss the third function i3. What about i3? i3 എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 ടാൻ റേസ്റ്റ് 5x ആണ്. മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 tan raised to 5 dx. As we know, this tan is an odd function. Tan raised to 5 is also an odd function because if fx is equal to what? F of x is equal to, if we take it as tan raised to 5x, then f of minus x is equal to tan of minus x all raised to 5. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. So that's equal to minus tan raised to 5x. കാരണം ഇത് മൈനസ് tan x ആണ്. അതിന്റെ 5th പവർ എടുത്താൽ മൈനസ് വരും.
So it is minus of f of x. So f of minus x is minus fx, therefore the value is also equal to 0 വരും. അപ്പോൾ I3 യും നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. So I1 0, I2 0, then I3 is also equal to 0. Now we can take the I4 is minus pi by 2 to plus pi by 2. 1 dx. That we know. 1 dx is equal to integrate ചെയ്യുമ്പോൾ x എന്ന് വരും. Limit minus pi by 2 to plus pi by 2. Fundamental theorem of algebra says it is upper limit minus lower limit. So that is pi by 2 plus pi by 2. 90 plus 90 is 180, so it is pi. So that's the answer. So that's the importance of this problem. See, look at this one. This is a very simple question. If we deal like this, if we apply the property like this, first function is equal to 0, odd function I, second integral 0 I, third integral 0 I, the value depends only on this 1 dx. See, otherwise it is a big question because we have to integrate a lot. But if we consider, if we apply this property, then we need to integrate only a simple function, that is 1 dx, constant function. So that will give the answer. So that is the importance of this property. Okay മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, yes, here is the next question, question number 168. Integral 0 to pi x sin x dx by 1 plus cos square x. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് സാധാരണ പ്രോപ്പർട്ടീസ് അപ്ലൈ ആണ് ഡീൽ ചെയ്യുന്നതെങ്കിലും ഇത്രയും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ വി ആർ ഗോയിങ് ടു അപ്ലൈ ദ പ്രോപ്പർട്ടി നമ്പർ 5, ഇന്റഗ്രൽ 0 ടു a fx dx. ആ ഒരു ഫോമുലാണ് ഇത് കിടക്കുന്നത്, കാരണം 0 ഉണ്ട് ഇവിടെ, ആ ഒരു ഫോമുല fx dx is equal to 0 to a f of a minus x dx. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 1. Now we are going to apply the property. So with that property, this becomes integral 0 to pi x is replaced by a minus x. So here a is pi. So pi minus x into sin pi minus x divided by 1 plus cos square pi minus x dx. So that's equal to integral 0 to pi minus x into sin pi minus x. That's the reduction formula. Sin 180 minus theta, we know sin 180 minus theta is cos sin theta, sin x. So it is sin x itself. Sin 180 minus theta, 180 minus is in the second quadrant, so second quadrant sign is positive. So that's why sin pi minus x is sin x dx divided by 1 plus cos pi minus x. Cos 180 minus x is minus cos x. Even if it is minus, it is cos square. So as it is a square, it becomes cos square x itself. If you want, you can note the reason, because sin pi minus x is sin x, and the cos pi minus x is minus cos x. Therefore cos square pi minus x is minus cos x square, so it is cos square x. So that's why we are applying that property here. Okay, reduction formula. Okay, now so that we can now we can split it into 2. Okay, that is equal to integral 0 to pi minus x sin x dx ne namakku pi into sin x dx divided by 1 plus cos square x. അതായത് നമ്മൾ ഈ ഫംഗ്ഷനെ ഇങ്ങനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. മൈനസ് അടുത്ത ഇന്റഗ്രൽ ആയിട്ട് വരുമ്പോൾ 0 to pi x sin x dx divided by 1 plus cos square x. ഓക്കെ മക്കളെ, ഇത് നമ്മൾ പൈ ഇൻറ്റു സൈൻ എക്സ് ഇത് വന്നു, മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് അത് വന്നു, ഡിനോമിനേറ്റർ സെയിം ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇത് പൈ നമുക്ക് കോൺസ്റ്റന്റ് ആണ് പുറത്തെടുക്കാം, 0 to pi
sin x dx divided by 1 plus cos square x minus ഇത് നമ്മൾ I എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. And what about this one? 0 to pi x sin x by 1 plus cos square x. ഇത് നമ്മുടെ I തന്നെയല്ലേ? നമ്മൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ സാധനം. ഇത് x sin x by 1 plus cos square x എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 0 to pi x sin x by 1 plus cos square x dx. അതിനെയാണ് നമ്മൾ I എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പം again we are going to replace it by I. അപ്പോൾ നമുക്ക് ഈ ഭാഗവും എന്താവും I എന്നാവും. നമ്മുടെ ഉദ്ദേശം എന്താണ് I കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ I-നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ I ഇപ്പുറേ വരുമ്പോൾ മൈനസ് I ഇപ്പുറേ വരുമ്പോൾ പ്ലസ് I ആവും. സോ it becomes 2I. So I plus I 2I is equal to pi times again നമ്മുടെ പ്രോപ്പർട്ടി 0 to ബാക്കി ഇന്റർവെൽ വ്യത്യാസമില്ല 0 to pi sin x dx by 1 plus cos square x. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് അത് ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സിമ്പിൾ ആയിട്ടൊരു ഫംഗ്ഷനാണ്. നമുക്ക് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ്. ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി അല്ലേ. പുട്ട് u ഈസ് ഈക്വൽ ടു cos x ന് കൊടുത്താൽ മതിയാവും. cos x സോ ദാറ്റ് du എന്ന് പറഞ്ഞാൽ du by dx എന്ന് പറഞ്ഞാൽ cos x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാമല്ലോ, മൈനസ് sin x ആവും. or minus du is equal to sin x dx. അപ്പോൾ നമുക്ക് ഇവിടെയുണ്ട്. ഇനി ഇത് ഡെഫിനറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ലിമിറ്റും കൊണ്ടൊന്ന് കൊടുക്കാം. when x is equal to 0 we get u is equal to cos 0. x ന് 0 കൊടുക്കുമ്പോൾ u എന്ന് പറഞ്ഞാൽ cos 0 ആവും. cos 0 നമുക്കറിയാം 1 ആണ്. when x is equal to pi u is equal to cos pi. cos pi നമുക്കറിയാം it's minus 1. അല്ലേ. സോ നമ്മുടെ ഇന്റഗ്രൽ ബിക്കംസ് എന്താവും മൈനസ് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ ടൈംസ് ഇത് 0 എടുക്കുമ്പോൾ 1 ആവും, പൈ എടുക്കുമ്പോൾ മൈനസ് 1 ആവും. സൈൻ എക്സ് ഡി എക്സിന് പകരം നമ്മൾ മൈനസ് ഡി യു ബൈ 1 പ്ലസ് യു സ്ക്വയർ ആവും. 1 പ്ലസ് യു സ്ക്വയർ. ഇനി നമുക്ക് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും മതി, നമുക്ക് ആൻസർ കിട്ടിക്കോളും. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പക്ഷെ നമുക്ക് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, സിമ്പിൾ ഇന്റഗ്രൽ അല്ലേ, അത് നേരിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് പൈ ഇൻറ്റു ഇത് മൈനസ് പുറത്തേക്ക് എടുത്തേക്കാം, അപ്പം മൈനസ് പൈ എന്നായിക്കോട്ടെ. ഞാൻ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതിയേക്കാം, അത് കംപ്ലീറ്റ്. സോ ഇറ്റ് ഈസ് മൈനസ് പൈ, ഈ മൈനസ് പുറത്തേക്ക് പോകും. ഇനി 1 to minus 1 du by 1 plus u square. ഇന്റഗ്രൽ 1 by 1 plus u square എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കറിയാം, ടാൻ ഇൻവേഴ്സ് യു ആണ് അല്ലേ. ടാൻ ഇൻവേഴ്സ് യു ആണ്. ലിമിറ്റ് 1 to minus 1. കാരണം 1 by 1 plus മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 1 by 1 plus u square എന്ന് വരും. 1 by 1 plus u square എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് യു ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് ടാൻ ഇൻവേഴ്സ് മൈനസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് വരും. സോ ഇറ്റ് ഈസ് മൈനസ് പൈ ഇൻറ്റു tan inverse minus is minus ആണ്. So it is tan inverse minus x is minus tan inverse x ആണല്ലോ. So it is minus tan inverse 1 minus tan inverse 1 എന്നായി. So it's equal to മൈനസ് രണ്ടും പുറത്തേക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം, മൈനസ് പൈ ഇൻറ്റു മൈനസ് 2 tan inverse 1 അല്ലേ. സോ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. So that's equal to ഈ മൈനസ് നമ്മുടെ പ്ലസ് ആവും. സോ 2 പൈ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ആണ് അല്ലേ. മൈനസ് മൈനസ് പ്ലസ് ആയി 2 പൈ എന്നായി ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1 പൈ ബൈ 4. അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടി 2 എന്ന് വരും. സോ ഇറ്റ് ഈസ് പൈ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ 2y ആണ് കേട്ടോ. ഇവിടെ 2yയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആക്ച്വലി 2i എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്. സോ 2i എന്ന് പറയുന്നതാണ് പൈ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഇംപ്ലൈസ് i ഈസ് ഈക്വൽ ടു വാട്ട് പൈ സ്ക്വയർ ബൈ 4 എന്നാവും. ഓക്കെ മക്കളെ. സോ ദ ഫൈനൽ ആൻസർ ഈസ് പൈ സ്ക്വയർ ബൈ
4 എന്നായിരിക്കും. ഓക്കെ, അപ്പം ഇത് നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നല്ല, 2 പ്രോപ്പർട്ടി അപ്ലൈ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 1/1 പ്ലസ് യു സ്ക്വയർ എന്നുള്ളൊരു, നമുക്കറിയാം 1/1 പ്ലസ് യു സ്ക്വയർ ഒരു ഈവൻ ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഈ -1 to അല്ലെ 1 to -1 എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ 2 ടൈംസ് എന്ന് എഴുതിയെടുക്കാം. ആ പ്രോപ്പർട്ടി വേണേൽ അപ്ലൈ ചെയ്യാം. 2 times 0 to അത് വേണേൽ ആക്കാം. പിന്നെ അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഈ മൈനസ് ഉള്ളത് കൊണ്ട് ഇന്റഗ്രൽ വേണമെങ്കിൽ ഒന്ന് തിരിച്ചെഴുതാം. നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, a to b fx dx is equal to minus of b to a. അപ്പോൾ അത്തരത്തിൽ ഇത് തമ്മിൽ ലിമിറ്റുകൾ തമ്മിലൊന്ന് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഈ മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയിക്കോളും. അപ്പോൾ -1 to +1 du/1 plus u square എന്ന് വരും ഈ ഭാഗം. അവിടെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുകൊണ്ട് 2 times 0 to 1 എന്ന് വേണം എഴുതാം. അങ്ങനെ എഴുതിയാലും നമുക്ക് പ്രോപ്പർട്ടി 2 പ്രോപ്പർട്ടിയും കൂടെ വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്തും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ബട്ട് ആൻസർ വിൽ ബി ദി ഫൈനൽ ആൻസർ വിൽ ബി ദി സെയിം. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് പിന്നെ ഡീൽ ചെയ്യാവുന്നത് കൊണ്ടാണ് ഞാൻ പിന്നീട് ആ പ്രോപ്പർട്ടിയിലേക്കൊന്നും പോകാതെ നേരിട്ട് തന്നെ ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താലും യു വിൽ ഗെറ്റ് ദി കറക്റ്റ് ആൻസർ, സെയിം ആൻസർ. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ, and here is the next question. So 169, question number 169, we can call it as I is equal to, and നമുക്ക് equation number 1 എന്ന് വിളിക്കാം. ഇവിടെയും അത് 0 to a എന്നുള്ള ഫോമിൽ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi 0 to a minus x. So pi minus x into tan pi minus x into dx divided by sec pi minus x plus tan pi minus x. Okay, sec pi minus x. Okay, ഇനി നമ്മൾ ആ പ്രോപ്പർട്ടി റിഡക്ഷൻ ഫോമിൽ അപ്ലൈ ആണ്. 0 to pi minus x. As we know, tan 180 minus theta, tan 180 മൈനസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ tan നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് മൈനസ് tan x എന്ന് വരും. dx divided by sec pi minus x is sec x എന്ന് വരും. Okay, so it is sec x. Sec by 180 minus x is sec in the second quadrant ആണ്. So it is also minus sec x minus tan pi minus x is minus tan x എന്ന് വരും അല്ലേ. അപ്പോൾ ഇതെന്താവും? ഇത് tan 180 minus x is minus tan x, so that becomes plus becomes minus ആവും. So it is tan x. ഇവിടെ dx ഇല്ല, മേലിൽ മാത്രമല്ല. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, pi minus x അതുപോലെ തന്നെ, ബിക്കോസ് അതിന്റെ റീസൺ നമുക്ക് ഇവിടെ എഴുതിയേക്കാം. tan 180 minus x is minus tan x, tan സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അതുപോലെ sec 180 minus x ഉം സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് അതും മൈനസ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, താഴെ രണ്ട് സ്ഥലത്തുനിന്നും മൈനസ് വേണമെങ്കിൽ പുറത്തെടുക്കാം. അപ്പൊ ഈ മൈനസ് പുറത്തേക്ക് പോകുന്നുണ്ടേ, 0 to pi തന്നെയാവും. pi minus x into tan minus tan x നകത്തുനിന്ന് മൈനസ് പോകുന്നാൽ പിന്നെ tan x വരും ബൈ, ഇവിടുന്ന് രണ്ടിൽ നിന്ന് മൈനസ് പോരുമ്പോൾ അത് sec x എന്നാവും, ഇത് പ്ലസ് എന്നാവും, ഇത് tan x എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ മേളിൽ നിന്ന് ഒരു മൈനസ് പോകുന്നു, താഴെ നിന്ന് ഒരു മൈനസ് പോരുമ്പോൾ അത് ആക്ച്വലി പ്ലസ് ആവും. ഇവിടുന്ന് ഒരു മൈനസ് എടുത്ത് താഴെ നിന്ന് മൈനസ് എടുത്താൽ അത് പ്ലസ് ആവും. ഓക്കെ, നമുക്കിനി ഇതിനെ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 0 to pi pi tan x by sec x plus tan x എന്നും, പ്ലസ് അടുത്തത് പ്ലസ് അല്ല, അടുത്തത് വരുമ്പോൾ ഈ മൈനസ് ഉള്ളത് കൊണ്ട് ഇത് മൈനസ് ആവും. മൈനസ് എക്സ് tan x ബൈ sec x plus tan x. രണ്ട് ഫ്രാക്ഷൻ ആണ്, കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്, പിന്നെ ന്യൂമറേറ്റർ മാത്രം pi tan x ഉം മൈനസ് എക്സ് tan x, പിന്നെ ഒരു രണ്ട് കോമൺ ആയിട്ടൊരു dx കൂടെ വരും. ഓക്കെ, dx അവിടെയുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് നമ്മളുടെ i ആണ്. സോ i is equal to 0 to pi
എന്ന് പൈ വേണമെങ്കിൽ പുറത്തെടുക്കാം. പൈ ഇൻറ്റു tan x by sec x plus tan x dx minus integral 0 to pi x tan x dx divided by sec x plus tan x. ഓക്കെ, ഇത് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to pi x tan x dx by sec x plus tan x. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിക്കേ, 0 to pi x tan x by sec x plus tan x dx തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? So we can replace that value by I itself. Okay, so that becomes pi times 0 to pi tan x dx by sec x plus tan x minus this is I, so I. Okay, നമുക്ക് ഈ ഐനെ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. So that becomes minus I. When we shift that term to the left side, that becomes plus. So I plus I, that is 2I. So 2I is equal to pi times 0 to pi tan x dx divided by sec x plus tan x. ഓക്കെ മക്കളെ, ഓക്കെ, ഇവിടെ വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് പോയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് മീൻസ് ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വി ആർ ഗോയിങ് ടു അപ്ലൈ ചെറിയ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് വേറെ ഒന്ന് മാറി ചിന്തിക്കാൻ പോകണം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്തോണം. സോ ദിറ്റ്സ് ഈക്വൽ ടു പൈ ടൈംസ് 0 to pi. ഞാനൊരു sec x ഇതിൻ്റെ കോൺജുഗേറ്റ് sec x മൈനസ് tan x കൊണ്ട് മേളിലും താഴെയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. sec x മൈനസ് tan x, tan x അവിടെ ഉണ്ട്, അതിന് മാറ്റമില്ല. താഴെ ഒരു sec x മൈനസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ബാക്കിയുള്ള ടൈമിന് മാറ്റമില്ല. tan x dx അതുപോലെ ഉണ്ട്. താഴെ ഒരു sec x പ്ലസ് tan x ആണ്. അപ്പോൾ ഞാൻ ചെയ്തത് sec x മൈനസ് tan x ഉണ്ട്, മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. കാരണം അത് that will not affect the answer because we know if we multiply both the numerator and denominator by the same quantity then that will not affect the answer. Okay, ഇത് നമ്മുടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ നമുക്കറിയാം ഇത്തരത്തിൽ ഇട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ അതിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ ഇത് sec x പ്ലസ് tan x ഇൻറ്റു sec x മൈനസ് tan x ആണ്. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ പൈ ഈസ് ഓൾറെഡി ദെയർ, 0 to pi. ന്യൂമറേറ്ററിൽ വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തിടാം. sec x ഇൻറ്റു tan x മൈനസ് tan സ്ക്വയർ x, കുഴപ്പമില്ല, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം വരും. സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് വരും. ന്യൂമറേറ്ററിൽ ഒരു ഡി എക്സ്. ഇതിൽ സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദാറ്റ് ഇസ് 1 ആണ് അല്ലേ. സോ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi sec x tan x മൈനസ് ഈ ടാൻ സ്ക്വയർ എക്സിന് നമുക്ക് ഫോർമുല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണം അതിനെ സി സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1 ആണ്. സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ അല്ലേ, അത് 1 ആണ്. സോ വേണമെങ്കിൽ നമുക്ക് 1 എന്ന് എഴുതാം, വേണമെങ്കിൽ 1 എന്ന് എഴുതിയേക്കാം, ഡി എക്സ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, അതിൻ്റെ റീസൺ ഇതാണ്. സി സ്ക്വയർ എക്സിന് അല്ല ഈ ടാൻ സ്ക്വയർ എക്സിന് പകരം നമ്മൾ സി സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി സി സ്ക്വയർ എക്സിന് വേണമെങ്കിൽ യു ക്യാൻ നോട്ട് ദ റീസൺ. റീസൺ ഈസ് ദാറ്റ്, വേണമെങ്കിൽ നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോയേക്കാം. റീസൺ ദാറ്റ് ഈസ് ഒന്ന് സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച ഫോർമുലയാണ്.
Okay. So that's equal to pi times, and we can split into 2. Okay. Actually 2 alla 3 varum. Sec x tan x dx minus bracket 0 to pi 6 square x dx plus 0 to pi 1 dx, right? Makkale sec x tan x dx minus c square x dx minus into minus plus 0 to pi dx. Okay, ഇത് പിന്നെ ഇപ്പം ഈ പൈ ഇതിലെല്ലാത്തിനും കോമൺ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ പൈ ഇൻറ്റു ഇന്റഗ്രൽ sec x tan x എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല അല്ലേ, sec x 0 to pi മൈനസ് c സ്ക്വയർ x നും ഡയറക്റ്റ് ഇന്റഗ്രലിന്റെ ഫോർമുല ഉണ്ട്, tan x ആണ് 0 to pi പ്ലസ് 1 ന്റെ ഇന്റഗ്രൽ x വരും 0 to pi. കോമൺ ആയിട്ടൊരു പൈ പുറത്തുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് പൈ ഇൻറ്റു sec pi മൈനസ് sec 0 മൈനസ് tan pi minus tan 0 plus pi minus 0. Okay, so it is pi into sec pi. Cos pi, we know cos 0 is 1, cos pi is minus 1. So sec pi is also minus 1. Yes, cos 0 1 ആണ്, so sec 0 യും 1 ആവും. Okay, മൈനസ് ഇത് 2 ആയി. tan 180 0 ആണ്, tan 0 യും 0 ആണ്, പ്ലസ് പൈ. ഓക്കെ, സോ ഇറ്റ് ഈസ് പൈ ഇൻറ്റു മൈനസ് 1 മൈനസ് 1 മൈനസ് 2, ഇത് 0 ആയി, പ്ലസ് പൈ. നമുക്ക് പൈ ഇൻറ്റു പൈ മൈനസ് 2 എന്ന് എഴുതാം. പോസിറ്റീവ് ടൈം ആദ്യം എഴുതുകയാണ്. ഇതാണ് നമ്മുടെ ആക്ച്വലി ഇത് നമ്മുടെ 2i ആണ്. നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഈ സൈഡ് എടുത്തിരിക്കുന്നത് 2i എന്നാണ് എടുത്തിരിക്കുന്നത്, കണ്ടോ 2i. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം എന്താണ്, 2iയുടെ വാല്യൂ ആണ്. സോ 2i is equal to, this is nothing but 2i. So what is i? I is equal to dividing throughout by 2. So pi by 2 into pi minus 2. Okay മക്കളെ, so that's answer. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇതിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്തൊരു പ്രോബ്ലമാണ് ഇത്. ഇത്തിരി ഇൻഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു പ്രോബ്ലമാണ്, അതുകൊണ്ട് പ്രത്യേകം തന്നെ ഇത് നോട്ട് ചെയ്യേണ്ടതുണ്ട്. അല്ല, ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഒരു പോയിന്റ് ആണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. sec x മൈനസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ മക്കളെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അവിടെ വരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ്, അത് കഴിഞ്ഞിട്ടാണ് ഒരു ടെസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഈ പ്രോബ്ലം പ്രത്യേകം നോട്ട് ചെയ്യുക. ബാക്കി ഇൻ്റഗ്രേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണല്ലോ, നിങ്ങൾ റിപ്പീറ്റഡ്ലി ഇത് ചെയ്ത് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.